എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഉണ്ണിമോള് ആ മണിമാളിയിൽ അകപ്പെട്ട് പോവാണ്. ഈ സമയം ലീല ഭയങ്കര സന്തോഷത്തിൽ തിരികെ വീട്ടിലേക്ക് ചെല്ലുവാണ്. സതിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ, ഉണ്ണിമോളെ അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഗിരിദേവൻ രക്ഷിക്കാൻ ചെന്നോളും. ഗിരിദേവന് പോയി ആ മണി അടിക്കുന്നതായിട്ട് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്നൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സതി പറഞ്ഞു, നീ എന്ത് പരിപാടിയാ ചെയ്തേ? ഗിരിദേവനും കൂടെ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോളെ ജീവനെ ആര് രക്ഷിക്കൂന്നാ പറയണേ. അല്ലാതെ പിന്നെ ഉണ്ണിമോളെ ജീവനെ രക്ഷിക്കണമെങ്കിൽ ഗിരിദേവനകത്ത് ചെന്നാലേ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുക. അയ്യോ, അവൻ പുറത്ത് നിന്നാലേ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവനും എന്തെങ്കിലും അപകടം പറ്റിയാലോ. അങ്ങനെ ഉണ്ടാവില്ല. അവൻ അത്ഭുത ശക്തിയുള്ള കുട്ടിയാന്നല്ല പറയണേ. അപ്പൊ മിക്കവാറും അവനെ അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കൂന്ന് പറയാം. എന്നാലും എനിക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാന്ന് പറയാം. ഇനിയിപ്പോ ഒരു പക്ഷേങ്കില് ഇനി അവനും രക്ഷപ്പെടാൻ പറ്റില്ലേ നമ്മൾ എന്ത് ചെയ്യും? ആ കല്ലും ചേന്തനും പുറത്തില്ലേ? അവരിനി അവരെ അന്വേഷിക്കില്ലേ? നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോന്നേ? അവരുടെ വീട്ടുകാരൊക്കെ വരത്തില്ലേ? നീ അവിടെ പോയി കൂട്ടിക്കൊണ്ടു വന്നല്ലേ നീ ചോദിക്കുക. ലീലയ്ക്ക് ആ ടെൻഷൻ. ലീല അത്രയൊന്നും ചിന്തിച്ചില്ല. തന്റെ മകനെ എങ്ങനെയും രക്ഷിക്കണമെന്ന് മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഇനി എന്ത് ചെയ്യും സതീന്ന് ചോദിക്കുക. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഒരു കാര്യം ചെയ്യാം, വാ നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറയണേ. ഇത് കേട്ട ലീല പറഞ്ഞു, വേണ്ട, നീ ഇപ്പൊ അങ്ങോട്ട് വരണ്ട. സുര ഇങ്ങനെ കിടന്നു കഴിയുമ്പം നീ എങ്ങനെയാ അങ്ങോട്ട് വരുന്നേ? കുഴപ്പമില്ല, നീ ഇവിടെ സുരയുടെ അടുത്തിരുന്നു. എങ്ങനെ ജീവനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് തിരികെ വരുള്ളൂ. എനിക്ക് എന്റെ മോനെ വേണം. അവനെ കൊണ്ടുവന്നാലേ നിനക്ക് സുരനെ രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നീ ഇവിടെ നിന്നാ മതി. ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് ലീല അങ്ങോട്ട് പോവാണ്. ലീല മനസ്സിലൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു. ഇനിയിപ്പൊ ഗിരിദേവനും കൂടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താനിനി പുറത്തു നിന്നിട്ട് കാര്യമില്ല. ആ മണി അടിച്ചിട്ടാണ് ശരി, അകത്ത് കയറണം. എന്താണ് സംഭവിക്കുന്ന അറിയണം. ഒരു പക്ഷെ തനിക്ക് ആവ് സംഭവിച്ചാലും കുഴപ്പമില്ല. തന്റെ മകനെ അവരെയും രക്ഷിച്ചുകൊണ്ട് പുറത്തിറങ്ങണം. അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ലീല അങ്ങോട്ട് പോകുന്നത്. ഈ സമയം അകത്ത് വെട്ടുപോയ ഉണ്ണിമോൾ അവിടെ കിടന്ന് അലറിക്കറിയാണ്. ഗിരിദേവ വാവയെന്നും പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഉണ്ണിമോൾക്ക് വല്ലാത്ത സങ്കടമായി. ഉണ്ണിമോളാണ് അവിടെ എല്ലാം മുട്ടി നോക്കണം. പക്ഷെ ആരും വന്നില്ല. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു ആഞ്ജനേയന്റെ വിഗ്രഹം കണ്ടു. ഇത് കണ്ടപ്പോൾ ഉണ്ണിമോൾ പറഞ്ഞു, എന്റെ ഹനുമാൻ സ്വാമി എന്നെ രക്ഷിക്കണം. എനിക്ക് എങ്ങനെയാലും പുറത്ത് കടന്നേ മതിയാവുള്ളൂ. എനിക്ക് എങ്ങനെയാലും പുറത്ത് കിടക്കണം. എന്നെ നോക്കി ഗിരിദേവനും ബാബരും പുറത്തുണ്ട്. എനിക്ക് എന്റെ മുത്തശ്ശി എന്നെ കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് വീട്ടിൽ പോകണം. ഈ സമയത്താണ് ഉണ്ണിമോളുടെ മനസ്സിലേക്ക് ആ ചിന്ത ഉണ്ടാകുന്നേ. ഒരു പക്ഷെ ഇതായിരിക്കും ഗിരിദേവൻ പറഞ്ഞ് തനിക്ക് ആപത്ത് വരും, താൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞേ. വേണ്ടായിരുന്നു, ഗിരിദേവന്റെ മാറുടെയും കൂടെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അക്കരങ്ങൾ കൊടുത്തിട്ട് ഉണ്ണിമോൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ ഉണ്ണിമോള് ചുറ്റിനെ നോക്കുകയാണ്. അങ്ങനെ നോക്കി കഴിയുമ്പോഴാണ് ആ മൂലയ്ക്ക് ജീവ ഇരിക്കുന്ന കണ്ടത്. ഈ കാഴ്ച കണ്ട് ഉണ്ണിമോള് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്ന് നോക്കി ജീവനെ നോക്കിക്കഴിയുമ്പോൾ ജീവയ്ക്ക് മിണ്ടാൻ പോലും പറ്റത്തില്ല. ശ്വാസം കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ജീവ ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് ജീവനെ കുലുക്കി വിളിച്ചു. ജീവ കണ്ണു തുറന്ന് നോക്കി. അപ്പൊ ഉണ്ണിമോൾ വിളിച്ചു, ചേട്ടാ എഴുന്നേക്കാൻ പറയാണ്. പക്ഷെ ജീവിക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഉണ്ണിമോൾ ചേട്ടൻ എങ്ങനെ ഇതിന്റെ അകത്ത് പെട്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ജീവ ഒന്നും സംസാരിച്ചില്ല, ഒന്നും മറുപടി പോലും പറഞ്ഞില്ല. ജീവ ആ ഇരിപ്പ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഉണ്ണിമോൾക്ക് മനസ്സിലായി തനിക്ക് മുമ്പേ ആരോടെ വന്നിരിക്കുന്നതാണിത്. അപ്പൊ ഇവിടെ വരുന്നവർക്ക് ആർക്കും രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല. ഇതിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? എന്റെ ഹനുമാൻ സ്വാമി, എന്റെ അയ്യപ്പസ്വാമി കാത്തോണേന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോള് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ജീവനെ പതുക്കെ പിടിച്ച് എഴുന്നേപ്പിക്കുക വാന്ന് പറഞ്ഞിട്ട്. കാരണം പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ വല്ല വഴിയുണ്ടോ നോക്കണമല്ലോ. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടല്ലേ മതിയാവുള്ളൂ. അങ്ങനെ ജീവയുടെ കൈയും പിടിച്ചോണ്ട് ഉണ്ണിമോൾ അങ്ങോട്ട് വരുമ്പോഴത്തേനുമാണ് പെട്ടെന്ന് ഉണ്ണിമോൾ ആ കാഴ്ച കാണുന്നത്. തന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന ആ സ്ത്രീ ആ കതവ് തുറന്നു കഴിഞ്ഞപ്പം മണി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കതവ് തുറന്നു. അപ്പോൾ ഒരു സ്ത്രീ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ തന്റെ കയ്യെ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുവന്നേ. ആ സ്ത്രീ അങ്ങോട്ട് വരുവാണ്. ഈ കാഴ്ച കണ്ടത് ഉണ്ണിമോളൊന്നും ഞെട്ടി. ജീവ അവരെ കണ്ടപ്പോഴും ജീവയുടെ ഉള്ളിലും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ണിമോളോട് ഇങ്ങോട്ട് വരാൻ പറയണം. അല്ല, എങ്ങോട്ട് പോകാനാ? എനിക്ക് എന്റെ വീട്ടിൽ പോകണം. എന്നെ ഇവിടുന്ന് തുറന്നു കൊണ്ട് എനിക്ക് പോകണമെന്ന് പറയാം. ഇത് കേട്ട അവര് പറഞ്ഞു, നിനക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല. ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. എന്റെ കൂടെ വരാൻ പറയണം. ഇല്ല, എന്നെ തുറന്നു വിടി ചേച്ചി, എനിക്ക് പോണെന്ന് പറയാം. വരാൻ പറഞ്ഞാൽ വന്നാ മതി എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോകുമ്പോൾ ഉണ്ണിമോൾക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. ഉണ്ണിമോൾ ജീവയുടെ കൈയും പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരു മുറിയിലേക്ക് അവരും കൂടി ചെന്നേ. അവിടെ ചെന്ന് നോക്കി കഴിയുമ്പോഴത്തേനും ഒരു കട്ടിലുണ്ടായിരുന്നു. ആ കട്ടിലയിൽ ഒരു പുരുഷൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിമോളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ഇങ്ങനെ നോക്കുകയാണ് ഉണ്ണിമോളെ. പിന്നീട് ആ സ്ത്രീ പറഞ്ഞു, ഇവരാ ഞാൻ പറഞ്ഞ കുട്ടികൾ, അത് കണ്ടോ, ഇവളാ ആ കുട്ടി,
മുമ്പേ മണി അടിച്ച് ഇവളാന്ന് പറയാണ്. ഇത് കേട്ടതും അയാൾ ചോദിച്ചു, അല്ല മണി അടിച്ചിട്ട് ഞങ്ങൾക്കുള്ള ഫുഡ് എവിടെയെന്ന് ചോദിക്കണം. ഫുഡോ? അതിന് ഞാന് ഫുഡൊന്നും കൊണ്ടുവന്നിട്ടില്ലാന്ന് പറയണേ. പിന്നെ നീ എന്തിനാ മണി അടിച്ചെന്ന് ചോദിക്കുക. മണി അടിക്കുന്നവർ ആഹാരം തടമെന്ന് പറയാം. ഞാന് ആഹാരം ഒന്നും കൊണ്ടുവന്നല്ല, അറിയാതെ ആ മണി ഒന്ന് അടിച്ചു പോയതാ. കാരണം ഞാൻ ആ മണി തൂത്തു അടയ്ക്കുന്ന സമയത്ത് ചൂല് കൊണ്ടാ അത് അടിച്ചല്ല, ഞാൻ മനഃപൂർവ്വം അത് അടിച്ചല്ലെന്ന് പറയാം. നീ അടിച്ചല്ലോ, എന്താണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നീ ഞങ്ങൾക്ക് ആഹാര സാധനം തരണമെന്ന് പറയാം. ഇത് കേട്ട് ഉണ്ണിമോള് പറഞ്ഞു, ഞാനിപ്പോ എവിടെ നിന്ന് ആഹാരം കൊണ്ടുവരുന്നതെന്ന് പറയാം. ഇത് കേട്ടോ അയാൾ പറഞ്ഞു, ആഹാരം കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് രുചിയേറിയ ഭക്ഷണം വേണം, ഞങ്ങളെ തൃപ്തിപ്പെടുത്തണം, ഞങ്ങൾക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്, എങ്കിൽ മാത്രം നിനക്ക് ഇവിടുന്ന് രക്ഷയുള്ളെന്ന് പറയാം. ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു, ഇല്ല എനിക്ക് പോണം, എന്നെ നോക്കി ഗിരിദേവനും ബാബുരും ഒക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്, അത് മാത്രമല്ല എന്റെ മുത്തശ്ശി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, എനിക്ക് പോണം എന്ന് പറയാം. പെട്ടെന്ന് അയാൾ പറഞ്ഞു, അങ്ങനെ നിനക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറയാണ്. രുചിയേറിയ ആഹാരം കൊണ്ട് തരാമെങ്കിൽ മാത്രം നിനക്ക് പുറത്തു പോവാം, ഇല്ലെങ്കിൽ നിനക്ക് ഒരിക്കലും പുറത്തു പോകാൻ പറ്റില്ല, നിന്റെ ജീവൻ അപകടത്തില, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറയാം. അത് കേട്ടപ്പോൾ ഉണ്ണിമോള് നോക്കിയപ്പോൾ ഉണ്ണിമോൾക്ക് വേറെ നിവൃത്തിയില്ല. ഉണ്ണിമോള് പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. പിന്നീട് അയാൾ പറഞ്ഞു, ഇത്ര സമയത്തിനുള്ളിൽ കൊണ്ടുവരണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഉണ്ണിമോൾക്ക് അറിയത്തില്ല, ഇല്ലെങ്കിൽ നീ ഇവിടെ തന്നെ വരൂന്ന് പറയാണ്, പിന്നെ നിനക്ക് ഒരിക്കലും ഇവിടുന്ന് മോചനം ഉണ്ടാവില്ലെന്ന് പറയാം. പിന്നീട് ആ കൂട്ടിക്കോട് വന്ന സ്ത്രീ തന്നെ പുറത്തേക്ക് കൈ ഇങ്ങനെ ചൂണ്ടുവാണ്, പൊക്കോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ ചൂണ്ടുമ്പോൾ തന്നെ ആ കഥ അങ്ങ് തുറന്നു വന്നു. കഥ തുറന്നു കഴിഞ്ഞപ്പം ജീവയുടെ കൈയും പിടിച്ചുകൊണ്ട് ഉണ്ണിമോൾ അവിടുന്ന് പുറത്തേക്ക് വരുവാണ്. ഉണ്ണിമോൾക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ കുറച്ച് സമയത്തുള്ള ആഹാരം കൊണ്ടേ കൊടുക്കണം, അത് കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ തനിക്ക് എന്തു സംഭവിക്കാം, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഉണ്ണിമോൾക്ക് വല്ലാത്ത ടെൻഷനായിപ്പോയി. വല്ലാത്തൊരവസ്ഥയിൽ ഉണ്ണിമോള് അങ്ങനെ വന്നിരിക്കുവാണ്. ഈ സമയത്ത് ജീവയ്ക്കാണ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഉണ്ണിമോൾ എന്ത് ചെയ്യാണ്, ജീവയുടെ കൈയും പിടിച്ച് പതുക്കെ അങ്ങോട്ട് വരുക. ആ സമയത്താണ് ഗിരിദേവനും ബാവരിയും അവിടെ നിൽക്കുന്നത് കണ്ടേ. ഗിരിദേവനും ബാവരിയും അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാവരും ഗിരിദേവനോട് ചോദിച്ചു, അല്ലേ ഗിരിദേവ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഉണ്ണിമോൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോൾക്ക് രക്ഷപ്പെടാൻ പറ്റും, ഉണ്ണിമോളെ രക്ഷിക്കാനുള്ള ആളവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉണ്ണിമോളും അങ്ങോട്ട് വരുന്നത്. കൂടെ ജീവയും ഉണ്ടായിരുന്നു. ഗിരിദേവനും ബാവനും കണ്ട് ഉണ്ണിമോള് ഓടി ചെല്ലുവാണ് അങ്ങോട്ട്. ഓടി ചെന്നിട്ട് ഗിരിദേവനുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, മണിമാളയിലുണ്ടായ കാര്യങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോള് വിഷമിക്കണ്ട, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാന്ന് പറയണം. എനിക്ക് പേടിയ ഗിരിദേവ, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ആഹാര സാധനങ്ങൾ കൊണ്ടേ കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ അപകടത്തിലാന്ന് പറയാം. ഉണ്ണിമോള് പേടിക്കണ്ട, എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാന്ന് പറയാം. പിന്നെ ജീവിക്കാൻ എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, ശ്വാസം മുട്ടിയിട്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ല. പിന്നീട് ഉണ്ണിമോളും പറഞ്ഞു, അതെ ഈ ചേട്ടന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, കാര്യം ചെയ്യാം വാ എന്ന് പറഞ്ഞുകൊണ്ട് ജീവനും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. എന്നിട്ട് അവിടെ ആ വീടിന്റെ അവിടെ കൊണ്ട് ഇരുത്തുവാണ്. ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ ഉണ്ണിമോളെയും കൂടെ അവിടെ ഇരുത്തുവാണ്. ഉണ്ണിമോൾക്ക് വല്ലാത്ത ടെൻഷനായി, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇനിയിപ്പോ കുറച്ച് സമയത്തുള്ള ഫുഡ് എങ്ങനെ കൊണ്ടേ കൊടുക്കും, ഫുഡ് കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് തൃപ്തിയാണ്, എങ്കിൽ മാത്രം തനിക്ക് രക്ഷപ്പെടാനായിട്ടും പറ്റുള്ളൂ. അതൊക്കെ ഓർത്തപ്പോ ആകെപ്പാട് സമാധാനക്കേടാ. ഈ സമയം ഉണ്ണിമോള് നോക്കിക്കഴിഞ്ഞ് ഗിരിദേവനും ബാവരും അങ്ങോട്ട് പോവാണ്. അപ്പം ഉണ്ണിമോള് ചോദിച്ചു, ഗിരിദേവ നിങ്ങൾ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കാം. ഇപ്പൊ വരാന്ന് പറയാം, ഞാനും വരാന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോൾ അവരുടെ കൂടെ അങ്ങോട്ട് പോവാണ്. പിന്നീട് ഗിരിദേവനും ബാവരും ഉണ്ണിമോളും കൂടെ അങ്ങ് നടന്നു പോവാണ്. ഈ സമയത്താണ് ലീല മണിമാളയിലേക്ക് വരുന്നത്. ഉണ്ണിമോളെ കണ്ടതും ലീലയ്ക്ക് ഒരു അത്ഭുതം, ഇവളെങ്ങനെ രക്ഷപ്പെട്ടു? ഉണ്ണിമോള് മാത്രമല്ല, കൂടെ ഗിരിദേവനും ഉണ്ടല്ലോ, അപ്പൊ താൻ മണി അടിച്ചിട്ടോ ഗിരിദേവൻ അകത്ത് പെട്ടില്ലേ? ഒരു പക്ഷെ ഗിരിദേവന് ഉണ്ണിമോളെ രക്ഷിച്ചോണ്ട് വന്നാണോ? അങ്ങനെ നൂറ് ചിന്തകളായിരുന്നു ലീലയുടെ മനസ്സിലുണ്ടായിരുന്നത്. ലീല പെട്ടെന്ന് അങ്ങോട്ട് ഓടി വരുവാണ്. ഉണ്ണിമോളോട് ചോദിച്ചു, ഉണ്ണിമോളെ നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗിരിദേവൻ ചോദിച്ചു, അല്ല ഉണ്ണിമോൾ എവിടെയാണെന്ന് ചേച്ചിക്ക് അറിയാമെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാന്, കാരണം ലീല കിടന്ന് അവിടെ കിടന്ന് വിൽക്കുവാണ്, ലീലയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ താൻ മണി അടിച്ചിട്ടാണ് അവര് അകത്ത് പെട്ടുപോയെന്നുള്ള കാര്യം. ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു, അതെ ഞാൻ ആ മണിമാളയ്ക്കകത്ത് പെട്ടുപോയെന്ന് പറയാണ്. ലീല ചോദിച്ചു, അതിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്റെ മോനുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗിരിദേവൻ ഒന്ന് ഉണ്ണിമോളെ ഒന്ന് നോക്കി, പക്ഷെ ഉണ്ണിമോൾ അപ്പൊ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഭയങ്കര ടെൻഷനായി ലീലയ്ക്ക്. ഇനിയിപ്പോ ഒരു പക്ഷേങ്കില് ഗിരിദേവൻ ഇവളെ മാത്രം രക്ഷിച്ചോണ്ട് വന്നുള്ളോ, അതോ ഇനിയിപ്പം തന്റെ മോനെ രക്ഷിച്ചോണ്ട് വന്നില്ലേ, അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. പക്ഷേങ്കില് ഗിരിദേവന് ഉണ്ണിമോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ജീവ പുറത്തു വന്ന കാര്യം ആരോടും പറയണ്ടെന്നുള്ള കാര്യമൊക്കെ. കാരണം ഇപ്പൊ അത് പുറത്ത് പറയണ്ട, ജീവ പുറത്തു വന്ന കാര്യം ആരും അറിയണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉണ്ണിമോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഉണ്ണിമോളൊന്നും മിണ്ടാത്തപ്പോ ലീലയ്ക്ക് ഭയങ്കര ടെൻഷനായി. ലീല എന്ത് വേണം, മണിമാളിയിലേക്ക് തിരികെ ഓടിപ്പോവാണ്, തന്റെ മോനിനെ അവിടെ എങ്ങനെ ഇറങ്ങിയിരിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഉണ്ണിമോൾക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഉണ്ണിമോൾക്ക് അങ്ങോട്ട് തലകറങ്ങുന്ന പോലെയൊക്കെ തോന്നി. ഉണ്ണിമോൾ അവിടെ അങ്ങോട്ട് ഇരിക്കുവാണ്.
ആ സമയം ഗിരിദേവൻ പെട്ടെന്ന് ഉണ്ണിമോളുടെ അടുത്തേക്ക് വന്നു. ഉണ്ണിമോളെ പതുക്കെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് ആ തലയെ കൈവച്ച് അനുഗ്രഹിക്കുവാണ്. അനുഗ്രഹിച്ചു കഴിയുമ്പോഴത്തേനും ഉണ്ണിമോള് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഞെട്ടി ഉണർന്ന പോലെ ഇങ്ങനെ ഉണർന്ന് അയ്യപ്പനെ നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ഇനിയിപ്പം നമ്മൾ കാണുന്ന ഉണ്ണിമോള് തിരികെ ഇനിയിപ്പം മണിമാളിലേക്ക് ചെല്ലും. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ കയറി ചെല്ലും. അങ്ങനെ അവർക്ക് രുചികരമായ ഫുഡൊക്കെ കൊടുക്കും. ആ സമയത്ത് ഉണ്ണിമോളെ സഹായിക്കാനായിട്ട് ഹനുമാൻ സ്വാമിയും കൂടെ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതിന് ഫുൾ വിശേഷം വരുമ്പോ അറിയാം ഇനി ജീവയ്ക്ക് എന്ത് സംഭവിക്കും. ജീവ രക്ഷിക്കും, ജീവനെ ഗിരിദേവനും അവരെല്ലാം കൂടി ചേർന്ന് രക്ഷിക്കും. അത് മാത്രമല്ല, ജീവ രക്ഷിച്ച് വന്നതിന് ശേഷം സുരയുടെ ജീവനും അവർക്ക് രക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ. ഫുൾ വിശേഷം വരുമ്പോൾ നമുക്ക് അറിയാട്ടോ. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.